സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിലായിരിക്കുന്ന ഏവർക്കും വേഗം യേശു ക്രിസ്തുവിന്റെ തുല്യമായ നാമത്തിലുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിങ്കൽ സ്തോത്രത്തോടെ കടന്നു വരാൻ കർത്താവ് ഒരുക്കിയ സന്ദർഭങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ഈ ആത്മീക ശുശ്രൂഷയ്ക്ക് പങ്കാളികളാകാൻ പ്രാർത്ഥനയോടെ കർത്തൃസന്നിധിയിലായിട്ടുള്ള എല്ലാ ബഹുമാന്യ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധന്യമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. റിജോയ്സ് മിനിസ്ട്രിയുടെ ഈ പ്രാവശ്യത്തെ പ്രാർത്ഥനകളിലും സമ്മേളിപ്പാൻ കർത്താവ് സന്ദർഭങ്ങൾ ഒരുക്കുന്നു. വളരെ സന്തോഷം. കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഏവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ മുൻനിര പ്രവർത്തകരോട് കർത്താവ് വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ആമേൻ ചെയ്യട്ടെ. ആത്മീക വിടുതലുകൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അയക്കട്ടെ എന്ന് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ആമേൻ. വളരെ വേഗത്തിൽ ഞാൻ ദൈവവചന ധ്യാനത്തിലേക്ക് ശ്രദ്ധകൾ തിരിക്കുകയാണ്. അത് ഇൻട്രഡക്ഷൻ പറഞ്ഞതൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റാഞ്ഞത് കൊണ്ടാണ് ഞാൻ വളരെ താമസിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം. കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുന്ന വേദഭാഗം പുറപ്പാട് പുസ്തകം 9-ാമത്തെ അധ്യായമാണ്. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിൽ നിന്നാണ് ഇന്ന് രാത്രി നമ്മൾ ദൈവവചനം ധ്യാനിക്കുന്നത്. ആ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധകൾ തിരിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ ആ 1-ാമത്തെ വാക്യത്തിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. ഈ ഭാഗത്ത് നിന്നാണ് ഇന്ന് രാത്രിയില് ദൈവത്തിന്റെ ആലോചന പറയാൻ ആശിക്കുന്നത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ ആലോചനകൾ ആ ഭാഗത്തു നിന്ന് ധ്യാനിക്കുമ്പോൾ ആമേൻ, ദൈവം തന്റെ ജനത്തോട് ഇടപെടുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു ദൈവശബ്ദമാണ് എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക എന്ന ഭാഗം. എന്നെ ആരാധിപ്പാൻ ആമേൻ എന്റെ ജനത്തെ വിട്ടയക്കുക. ഞാൻ ഈ ഭാഗത്തെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവം തന്റെ ദാസനായ മോശയോട് സംസാരിക്കുന്ന ചില ആലോചനകളാണ് നാം ഇവിടെ വായിക്കുന്നത്. 7-ാമത്തെ അധ്യായം മുതൽ നാം പഠിച്ചു വരുമ്പോൾ 7-ാം അധ്യായം മുതൽ പഠിക്കുന്ന ദൈവമക്കൾക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ആരാധന എന്ന വിഷയത്തെക്കുറിച്ച് ഫറവോനുമായിട്ട് വളരെ ഗൗരവമായി സംഭാഷണം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മോശ എന്ന് പറയുന്നത്. വളരെ ഗൗരവമായി സംഭാഷണം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് മോശ എന്ന് പറയുന്നത്. അപ്പൊ മോശ ആമേൻ ഈ വളരെ ശക്തിയോടെ ആമേൻ ഇസ്രായേൽ ജനത്തിന് ദൈവത്തിന്റെ ശബ്ദം കൈമാറുകയാണ്. മോശ ദൈവത്തിന്റെ ആമേൻ നാവായി നിന്നുകൊണ്ട് തന്റെ ജനത്തോട് താൻ സംസാരിക്കുന്നു, പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം പറയുകയാണ് എന്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടുതരിക എന്നൊരു ഭാഗം. ഇനി അത് പറയുന്നത് മോശ ഇത് പറയുന്നത് ഫറവോനോടാണ് എന്ന് നമുക്ക് വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഫറവോനോടാണ് ഈ കാര്യങ്ങൾ മോശ പറയുന്നത്. ഫറവോനോട് ഈ കാര്യങ്ങൾ മോശ പറയുമ്പോൾ ഫറവോൻ മോശയോട് പറയുന്ന 3 എക്സ്ക്യൂസസ് നമുക്കവിടെ വചനം പഠിക്കുന്ന ദൈവമക്കൾക്ക് മനസ്സിലാക്കാം. 8-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യവും 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യവും 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, ഇങ്ങനെ 3 വാക്യങ്ങൾ പഠിക്കുമ്പോൾ മോശ ആരാധന എന്ന വിഷയത്തെക്കുറിച്ച് സംഭാഷണം നടത്തുന്ന സമയത്ത് മോശ ശക്തമായിട്ട് പറയുന്നു, എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടുതരണം എന്ന വിഷയത്തെ ആസ്പദീകരിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മോശ പറയുന്നു, ദൈവത്തിന് സ്തോത്രം, ഈ കാര്യങ്ങളെ കുറിച്ച് മോശ സംസാരിക്കുന്ന സമയത്ത് ദൈവത്തിന് സ്തോത്രം മോശ ജനത്തോട് പറയുന്നു, അതേ സ്തോത്രം,
ആമേൻ ആമേൻ ജനത്തെ വിട്ടുതരിക എന്ന വിഷയത്തെ ആസ്പദീകരിച്ചുകൊണ്ടാണ് മോശ സംസാരിക്കുന്നത് ഫറവോനോട്. എന്നാൽ ഫറവോൻ മോശയോട് പറയുന്നു, ആമേൻ, ഒരിക്കലും ജനത്തെ വിട്ടുതരാൻ പറ്റാത്ത വിധത്തിൽ ആമേൻ മോശയോട് ഫറവോൻ എക്സ്ക്യൂസസ് പറയുകയാണ്. ഒന്നാമത് പറഞ്ഞിട്ടുള്ള എക്സ്ക്യൂസ് എന്ന് പറയുന്നത് 8-ാം അധ്യായത്തിന്റെ ആമേൻ 25-ാമത്തെ വാക്യമാണ്. 25-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ദൈവത്തിന് സ്തോത്രം, ആമേൻ, ഈ ദേശത്ത് തന്നെ നിങ്ങൾ ആരാധിക്കുക എന്നൊരു ഭാഗമാണ് മോശ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം, ഈ സ്ഥലത്ത് തന്നെ നിങ്ങൾ എന്നെ ആരാധിക്കുക. ദൈവത്തിന് സ്തോത്രം, ഈ സ്ഥലത്ത് തന്നെ നിങ്ങൾ എന്നെ ആരാധിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പോ ഈ സ്ഥലത്ത് തന്നെ നിങ്ങൾ എന്നെ ആരാധിക്കുക എന്ന് മോശയോട് ഫറവോൻ പറയുന്നതിന്റെ ആഗ്രഹം ദൈവത്തിന്റെ ആഗ്രഹമോ ദൈവത്തിന്റെ ഇഷ്ടമോ ദൈവത്തിന്റെ പദ്ധതികളോ ഒന്നുമല്ല നിങ്ങൾ അനുസരിക്കേണ്ടത്. പിന്നെയോ ഫറവോൻ എന്ന എന്റെ വാക്കുകൾ നിങ്ങൾ അനുസരിക്കണം. അപ്പോ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, ആമേൻ, ഫറവോന്റെ വാക്കുകൾക്ക് വില കൊടുക്കാതെ, ഫറവോന്റെ ആമേൻ പദ്ധതികൾക്ക് ദൈവമക്കൾ തല കുനിച്ചു നിൽക്കാതെ, ഈ ദിവസങ്ങളിൽ ആമേൻ ദൈവത്തിന്റെ വാക്കുകൾക്ക് കുനിച്ച് ദൈവശബ്ദത്തിനു വേണ്ടി നിൽക്കാൻ എത്ര ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തില്. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ വീട്ടിനകത്ത്, എന്റെ തലമുറയുടെ മേൽ, എന്റെ വ്യക്തിപരമായിട്ട്, എന്റെ സഭയ്ക്കകത്ത്, എന്റെ മിനിസ്ട്രിക്കകത്ത് വെളിപ്പെട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഈ ദിവസങ്ങളിൽ കേൾക്കേണ്ടുന്ന ശബ്ദം ദൈവത്തിന്റെ ശബ്ദമാണ്, ഫറവോന്റെ ശബ്ദമല്ല. ദൈവത്തിന് സ്തോത്രം. ഫറവോന്റെ ശബ്ദം കേൾക്കരുത്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ഞാൻ നിങ്ങളോട് ഈ പ്രാരംഭ സമയത്ത് ആഹ്വാനം പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഫറവോന്റെ ശബ്ദം ദൈവത്തിന് സ്തോത്രം കേട്ടാൽ ഒരുപക്ഷെ നിന്റെ ആരാധനയെ അവൻ തടയുവാൻ സാധ്യതയുണ്ട്. ആമേൻ. ഫറവോന്റെ ശബ്ദം കേട്ടാൽ ദൈവത്തിന് സ്തോത്രം നിന്റെ ആരാധന അവൻ മുടക്കാൻ സാധ്യതയുണ്ട്. ഫറവോന്റെ ശബ്ദം കേട്ടാൽ നിന്റെ ആമേൻ വഴികളെ അവൻ അടയ്ക്കാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഫറവോന്റെ ശബ്ദം കേട്ടാൽ നിന്റെ ഭാവി വഴികളെ അവൻ ബ്ലോക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ദൈവശബ്ദം കേട്ടാൽ ഫറവോന്റെ തടസ്സങ്ങളെ ഭേദിച്ചുകൊണ്ട് അവൻ മുൻപോട്ട് പോകത്തക്ക വിധത്തിൽ യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരെ നോക്കി പ്രവചിച്ചു പറയുന്നു, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സ്തോത്രം ഫറവോൻ മുഴക്കുന്ന ശബ്ദങ്ങൾ അത് ശ്രദ്ധിക്കാതെയാണ് നിങ്ങൾ ആരാധനയ്ക്ക് സമയമെടുക്കുന്നതെങ്കിൽ ആ സൗരഭ്യം മണത്തിട്ട് ദൈവം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ദൈവശബ്ദം എനിക്ക് വേണ്ടി ചലിക്കണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര ദൈവമക്കൾ എന്റെ കേൾവിക്കാരായിട്ടുണ്ട്. ഈ ആരാധന യോഗത്തിൽ ദൈവം എനിക്ക് വേണ്ടി സംസാരിക്കണം, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കണം, ദൈവകരം എനിക്ക് വേണ്ടി ഇറങ്ങി വരണം. ഇത് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരം ഇന്ന് രാത്രി ചലിക്കാൻ പോകുകയാണ്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരം ഇന്ന് രാത്രി ചലിക്കാൻ പോകുകയാണ്. യേശുവിന്റെ രക്തം ദൈവം എടുക്കുന്നു. ഓ രക്ഷസീയർത്തന. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിന്റെ നാമത്തില് ഉടലഭജകശീയർത്തന. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ യാഗം മുടക്കാൻ ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വേദപുസ്തകത്തിൽ യാഗം എന്ന് പറഞ്ഞിരിക്കുന്നത്, യാഗം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്തോത്രത്തെ കുറിച്ചാണ്. യാഗം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്തോത്രത്തെ കുറിച്ചാണ്. സ്തോത്രം എന്ന യാഗമർപ്പിക്കുന്നവൻ,
ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അപ്പൊ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ, ആമേൻ, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പൊ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനാണെങ്കിൽ, ഇന്ന് രാത്രി എന്റെ കേൾവിക്കാരോട് ഞാൻ പറയാം, ഈ സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കിക്കൊള്ളണം, നിന്റെ സ്തോത്രം നിർത്തലാക്കാൻ, നിന്റെ ആരാധന നിർത്തലാക്കാൻ, നിന്റെ അഭിഷേകം നിർത്തലാക്കാൻ, നിന്റെ ആത്മശക്തിയെ ഇല്ലാതെയാക്കാൻ അവൻ നിനക്കെതിരെ ഫറവോന്റെ പദ്ധതികൾ എഴുന്നേറ്റ് വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാ പറയുന്നു, ഈ ദിവസങ്ങളിൽ ആമേൻ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അവൻ ഫറവോന്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് പ്രഭാതന ശമ്പല അടജല ഘടകശസിയ യേശുവിന്റെ നാമത്തില്, അടജാലകശസിയ യേശുവിന്റെ നാമത്തില് ഫറവോന്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞ് നീ യാഗമർപ്പിക്കാൻ തയ്യാറായാൽ ആ യാഗത്തിന്റെ സൗരഭ്യം നിന്റെ വീടിനകത്ത് വ്യാപരിക്കാൻ പോവുകയാണ്. വീടിനകത്ത്, ദൈവത്തിന് സ്തോത്രം, വീടിനകത്ത്, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. വീടിനകത്ത്, കുടുംബത്തിനകത്ത്, തലമുറയുടെ മേൽ സ്തോത്രം എന്ന യാഗത്തിന്റെ പവർ നിന്റെ വീടിനകത്ത് വ്യാപരിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ചിലരോട് അങ്ങനെ ഉറപ്പിച്ചു പറയുന്നു, നിന്റെ യാഗത്തെ നിർത്തലാക്കുന്ന ഒരു ഫറവോന്യ ശക്തി, ആരാധനയെ നിർത്തലാക്കുന്ന ആമേൻ ഫറവോന്യ ശക്തി, ദൈവത്തിന് സ്തോത്രം. ഓ ചുടവര ഹച്ചനശസിയ ആമേൻ, നിന്റെ ആരാധനയെ, യാഗത്തെ ആമേൻ നീ ഇവിടെ ചെയ്യ്, നീ ഇറങ്ങും പോകണ്ട, നീ ഇത് ചെയ്യണ്ട, ഇങ്ങനെ പോകണ്ട എന്ന് പറഞ്ഞ് തടസ്സം ചെയ്യുന്ന ഒരു പൈശാചിക മണ്ഡലം ഉടവരകതലയ ഉടവശസിയർത്ഥന. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിന്റെ തടസ്സങ്ങൾ ആമെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന ചിലരോട് ഗൗരവമായിട്ട് ഇടപെടുകയാണ്. നിന്നെ ഏത് വിധത്തിലാണോ തടയാൻ പിശാച് പദ്ധതി ഒരുക്കിയിട്ടുള്ളത്, ആ വിധത്തിൽ യേശുവിന്റെ നാമത്തില് ആമേൻ ചുടവ രഗതലയ ഉടവ ജഗച്ച സാധനയ ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ആരാധനകളെ തടസ്സം ചെയ്യുന്ന, ആത്മീക ഉണർവുകളെ തടസ്സം ചെയ്യുന്ന, ദൈവപ്രവർത്തികളെ തടസ്സം ചെയ്യുന്ന ഫറവോന്റെ കൂടുകളെ വിട്ട് ദൈവമക്കൾ പുറപ്പെടാനുള്ള സമയമായി എന്ന്. ആമേൻ. അപ്പൊ നിന്റെ യാഗത്തെ നിർത്തലാക്കാൻ, ദൈവത്തിന് സ്തോത്രം, യാഗത്തെ നിർത്തലാക്കാൻ ഉടവലഭക്ഷസിയർത്ഥന യേശുവിന്റെ നാമത്തില് ഉടവ രഗതലയ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാ പറയുന്നു, ആമേ ചിലതിന്റെ ആരാധനകളെ പരിശുദ്ധാത്മ മടക്കിത്തരാൻ പോവുകയാണ്. നിന്റെ വീടിനകത്തി കത്തിയ ആ ജ്വാലയുണ്ടല്ലോ, നിന്റെ വീടിനകത്തി കത്തിയ ജ്വാല, ആ ജ്വാല, കത്തി നിന്ന ജ്വാല യേശുവിന്റെ നാമത്തില്, ആ കത്തി നിന്ന ജ്വാല കെടുത്തിക്കളയാൻ ശ്രമിച്ച ആ ഫറവോന്യ മണ്ഡലങ്ങൾ അവന് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഫറവോൻ പറയാം, നിങ്ങൾ ഇവിടെ ആരാധിക്ക, ഈ ദേശത്ത് ആരാധിക്ക. ആമേൻ. മോശ പറഞ്ഞ, അയ്യോ അത് പറ്റില്ല, കാരണം ഞങ്ങളുടെ ആരാധന നിങ്ങളുടെ നാട്ടുകാർക്ക് സുഖിക്കില്ല. അത് രക്തച്ചൊരിച്ചിലുള്ള ആരാധനയാണ് ഞങ്ങളുടേത്, അവർക്ക് രക്തം കഴിയുന്നത് ഇഷ്ടമില്ല. മോശയോട് ഫറവോൻ പറയുന്നു, ദൈവത്തിന് സ്തോത്രം, ആമേ രക്തച്ചൊരിച്ചിലുള്ള ആരാധനയാണ് നടക്കുന്നതെങ്കിലും ദൈവത്തിന് മഹത്വം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, രക്തച്ചൊരിച്ചിലുള്ള ആരാധനയാണ് നടക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പക്ഷെങ്കിൽ രക്തച്ചൊരിച്ചിലുള്ള ആരാധന നടക്കുമ്പോൾ ഇഷ്ടപ്പെടാത്ത ഫറവോനും കൂട്ടരും മോശയോടും കൂട്ടരോടും പറയുന്നു, അത് സാരമില്ല, ഞങ്ങൾ സഹിച്ചോളാം. ഇന്ന് രാത്രി ചിലത് നിന്റെ മുൻപിലോട്ട് അടുത്തോടി വരുമ്പോൾ ഓർക്കണം. ആമേൻ. നിന്റെ വഴികളെ ബ്ലോക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ ഓർത്തോളണം. ആമേൻ. നിന്നെ ഒരിടത്ത് കെട്ടാൻ ഉദ്ദേശിക്കുമ്പോൾ ഓർത്തോണം.
അവൻ നിന്നെ അതെ ഉടച്ചു കളയാൻ അവൻ പദ്ധതികളുമായി അതെ പരമോന്യ മണ്ഡലങ്ങൾ അത് ചലിച്ചു തുടങ്ങി കഴിഞ്ഞു. അവയെ ഇന്ന് രാത്രി ഓവർകം ചെയ്യാൻ കൃപ പ്രാപിച്ച ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. യേശുവിന്റെ നാമത്തില് ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു, ഒന്നാം ഭാഗം മോശ ആമേൻ മോശയോട് ഫറവോൻ പറയുന്നു, ദൈവത്തിന് യാഗം അർപ്പിക്കാൻ നിങ്ങൾ ഈ സ്ഥലം തിരഞ്ഞെടുക്കുക. ഇത് രണ്ടാം ഭാഗം 28-ാമത്തെ വാക്യത്തിലാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഫറവോൻ നിങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് മരുഭൂമിയിലാണോ? മോശ ആമേൻ ഫറവോനോട് പറയുന്നു, മരുഭൂമിയിൽ പോയി ദൈവത്തിന്റെ സ്തോത്രം. ഓ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ മരുഭൂമിയിൽ പോയി ആമേൻ ആരാധിക്കണമെന്ന് മോശ ഫറവോൻ വരുത്തി എന്ന് പറഞ്ഞപ്പം ഫറവോനോട് സംസാരിക്കുന്ന മോശയോട് ഫറവോൻ പറയുക, നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ മരുഭൂമി പോണ പൊക്കോ, പക്ഷേ അധികം ദൂരത്തോട്ട് പോകരുത്. അപ്പൊ ഇന്ന് രാത്രി എന്റെ പ്രിയപ്പെട്ടവരെ, അധികം ദൂരത്തോട്ട് ചിലതിനെ വിടത്തില്ലെന്ന് പറയുന്ന ചില വ്യാപാരങ്ങൾ, ഓ രക്തം ജയമെടുക്കുന്നു, ആമേൻ, ചിലതിനെ വിടത്തില്ലെന്ന് പറയുന്ന, ചിലതിനെ ഒരതിര് വിട്ട് പോകാൻ അനുവദിക്കാത്ത ചില വെല്ലുവിളികൾ ഇന്ന് രാത്രിയിൽ ഈ സൂം മീറ്റിംഗ് നടക്കുമ്പോൾ അങ്ങനെ ചില അതിരുകളെ ദൈവം തുടയ്ക്കാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തില്. ചിലരെ ആമേൻ അതിര് വിട്ടു പോകാൻ അനുവദിക്കാതെ, ഓഹോ, ഫറവോൻ വരച്ച വരയ്ക്കകത്ത് നിന്നെ ബ്ലോക്ക് ചെയ്യാൻ ആമേൻ പദ്ധതി ഒരുക്കിക്കൊണ്ട് നിൽക്കുന്ന ആ മേഖലകൾ ഇന്ന് പരിശുദ്ധാത്മാവ് അതിനെ പൊളിച്ചു മാറ്റി നിനക്കൊരു വേഗത ദൈവം തരാൻ പോകുകയാണ്. വേഗത വരാൻ പോകുകയാണ്. ദൈവത്തിന്റെ ആത്മാവിനോട് ഇന്ന് രാത്രി പറയുന്നു, ചിലർക്കൊരു വേഗത വരുന്ന രാത്രിയാണിത്. ചിലർക്കൊരു അതിവേഗത വരുന്ന രാത്രി. ചില വരയ്ക്കകത്തുൾപ്പെട്ട് വരയ്ക്കകത്ത് കുടുങ്ങി അവൻ എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ ഭാരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചിലർ രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, അങ്ങനെ ഭാരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ദൈവമക്കളുടെ വാതിലുകൾ പരിശുദ്ധാത്മാവ് വലിച്ചു തുറക്കുകയാണ്. അവൻ മുൻപോട്ട് കാലുവെച്ച് പോകാൻ പറ്റാത്ത ചില സന്ദർഭങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അവൻ വലിച്ചു തുറന്ന് പ്രവന ജഗന വലിച്ചു തുറന്ന് ആമേൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ ആമേൻ. ദൈവത്തിന് മഹത്വം. വലിച്ചു തുറന്ന് പരിശുദ്ധാത്മാവ് അങ്ങനെ ഇടപെടുകയാണ്. ചിലതിന്റെ വഴി വലിച്ചു തുറന്ന് ദൈവത്തിന് സ്തോത്രം. ഉടാലാബ ശംബരാദിയ ആമേൻ. യേശുവിന്റെ നാമത്തില് ഉടവലഗത ഹദലിവിഗമനയ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാ പറയുന്നു, ആമേൻ, ഇന്ന് രാത്രിയിൽ ചിലതിന്റെ വഴികളെ പരിശുദ്ധാത്മ ഓപ്പണാക്കാൻ പോകുകയാണ്. ചിലതിന്റെ വഴികളെ ഓപ്പണാക്കാൻ പോകുകയാണ്. വഴികൾ എന്നാൽ കർത്താവ് കാണിക്കുന്ന വെളിപ്പാട് അങ്ങനെയാണ്. ചിലതിന്റെ മുൻപിലെ ആമേൻ വഴികൾ ഓപ്പണാക്കാൻ പോകുകയാണ്. വഴികൾ ഓപ്പണാകാൻ. ഈ മെസ്സേജ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലരുടെ മുൻപിൽ നിന്ന് ചില വരകൾ തുടയ്ക്കപ്പെടുന്നു. ഉടവക്ഷസിയർത്ഥന, ഓ റിഗക്ഷസിയർത്ഥന, ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുകയാണ്. ഓ ശാന്തല പ്രമാണയ ആത്മാവ് അങ്ങനെ ചിലരോട് ഇടപെടുന്നു. പ്രിയരെ, ആ വചനം ഏറ്റെടുക്കുന്ന എത്ര ദൈവമക്കൾ ഇത് രാത്രി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആത്മാവ് ചിലരോട് അങ്ങനെ ഇടപെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് ചിലരോട് പറയുന്നു, നിന്നെ അതിദൂരത്തേക്ക് വിടാതെ പിടിച്ചു കെട്ടിയ ചില വാതിലുകൾ ഇത് രാത്രി തുറന്നു വരും. ഓ ചൂടാവാന ഹച്ചസിയർത്തന
അബലഘടകശീർത്തന ഉറബ ശിഖര തികൽമന രകസർത്തനിയ അൽബാര ഹച്ചസീർത്തന പ്രഭാതനയ അടരകച്ചസീർത്തന രഗമനകച്ച പ്രബന്ധന. ആത്മാവിൽ ബലപ്പെട്ടോണം ദൈവമക്കൾ ഇന്ന് രാത്രി. ആത്മാവിൽ ബലപ്പെട്ടോണം. ഉടവച്ചസീർത്തന ആത്മാവിൽ ബലപ്പെട്ടോണം. യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രി ചിലരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ആത്മാവ് ചിലരോട് അങ്ങനെ സംസാരിക്കുന്നു. ചിലർക്ക് വേണ്ടി ദൈവം ചില വാതിലുകൾ തുറക്കുക കേട്ടോ. ഇനി 10ാമത്തെ അധ്യായത്തിന്റെ 11ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ പോവുക. വളരെ വേഗത്തിൽ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. ആ 11ാമത്തെ വാക്യം പഠിക്കുന്നവർക്കറിയാം. ആമേൻ. അടുത്ത ഒരു ഭാഗം ഫറവോൻ കൊണ്ടുവന്ന ഒരു എക്സ്ക്യൂസസ്. ആമേൻ. പുരുഷന്മാർ മാത്രം ആരാധിക്കുക, സഹോദരിമാരെ ആരാധിക്കാൻ വിടാത്ത ഒരു പോരാട്ടം. ഓ രക്തം ജയം യേശുവിന്റെ നാമത്തില്. ആമേൻ. സഹോദരിമാരെ ഒരു സഭയുടെ സത്യത്തിൽ ആരാധനയുടെ നട്ടല്ലെന്ന് പറയുന്നത്, പല സഭകളുടെയും ആരാധനയുടെ നട്ടല് ആ സഭകളിലെ സഹോദരിമാരാണ്. ദൈവത്തിന് സ്തോത്രം. ആ സഭയിലെ സഹോദരിമാരാണ്. ഊടാലാഭാഷീയർച്ചന. ആ സഭയിലെ സഹോദരിമാർ ആമേൻ സഭയ്ക്കകത്ത് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവർ മുഖാന്തരം സത്യത്തിൽ നിരവധി സഹോദരന്മാരെ കൂടെ ദൈവാത്മാവ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ റിജോയ്സ് മിനിസ്ട്രിയോട് പറയാം, ഈ മിനിസ്ട്രി ആമേൻ ആമേൻ ഒരു കുടുംബത്തിന്റെ ആമേൻ ഒരു കുടുംബത്തോട് ദൈവാത്മാവിനെ ബന്ധിപ്പിച്ച് കുടുംബമായി ദൈവത്തെ ആരാധിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ക്രമീകരിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തില് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആരാധിക്കുന്ന, ദൈവത്തെ സ്തുതിക്കാൻ വരുന്ന പ്രിയപ്പെട്ടവർ കേട്ടോണം. നിങ്ങൾ ഇത് ഒറ്റയ്ക്കല്ല ആരാധിക്കാൻ പോകുന്നത്. സഹോദരന്മാരെ, നിങ്ങളെ കൂട്ടമാക്കി ആരാധിപ്പിക്കാൻ യേശുവിന്റെ നാമത്തില് അവരെ കൂട്ടമായി ആരാധിപ്പിക്കാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ ആ ദൂത് വിശ്വസിക്കണം പ്രിയരെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് ഉറപ്പിച്ചു പറയുന്നു, ആമേൻ, ചിലരുടെ മേൽ ദൈവിക വിടുതലുകൾ നടക്കുകയാണ് യേശുവിന്റെ നാമത്തില്. കർത്താവിനോട് പറയുന്നു, ചില കുടുംബത്തിനകത്ത് ഭാര്യമാർ, ഭർത്താക്കന്മാർ, മക്കൾ അടങ്ങുന്ന ഒരു വലിയ സമൂഹത്തെ പരിശുദ്ധാത്മാവ് ആരാധനയ്ക്ക് പുറത്തിറക്കാൻ പോകുകയാണ്. ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം. ഇന്ന് രാത്രി ഞാൻ ആ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ഞാൻ ചിലരെ നോക്കി ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, നിങ്ങളുടെ കുടുംബങ്ങൾ വിടുവിക്കപ്പെടാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തില്. ഓ രക്തം ജയം, ഹല്ലേലൂയ, ആമേൻ. ചില കുടുംബങ്ങളെ ദൈവാത്മ വിടുവിക്കാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തില്. ഓ റിബജല ഹടകശീർത്തന. യേശുവിന്റെ നാമത്തില് ചില കുടുംബങ്ങളെ ദൈവാത്മ വിടുവിക്കാൻ പോകുകയാണ്. ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് പുറത്ത് ഫറവോൻ തടഞ്ഞു വെച്ചിരിക്കുന്ന ചില കുടുംബങ്ങൾ യേശുവിന്റെ നാമത്തില്. അമ്മേ, ഇത് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് പറയുക കേട്ടോ, ഇത് നമ്മുടെ വിടുതലിന്റെ യോഗമാണെന്ന് മറക്കരുത്. ആ ചർച്ച് ഹാളിനകത്ത് വന്നിരിക്കുന്ന ദൈവമക്കൾ കേട്ടോണം, ഇത് നമ്മുടെ വിടുതലിന്റെ സമയമാണ്. ഇത് നമ്മുടെ വിടുതലിന്റെ സമയമാണ്. ഇത് നമ്മുടെ വിടുതലിന്റെ സന്ദർഭമാണ്. 2025 ചില ദൈവമക്കളുടെ വിടുതലിന്റെ സമയമാണ് കേട്ടോ. എന്റെ കേൾവിക്കാരായ ദൈവമക്കളെ, പരിശുദ്ധാത്മാ പറയാ, സൂം പ്ലാറ്റ്ഫോമിലൊക്കെ ഇതിനകത്ത് വന്നിട്ടുള്ളത് ദൈവമക്കൾ കേട്ടോണം. യേശുവിന്റെ നാമത്തില് പരിശുദ്ധാത്മാ നിങ്ങളോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ ഇത് നമ്മുടെ വിടുതലിന്റെ സമയമാണ്. ഈ മീറ്റിംഗ് ഏതാണ്ട് 9:30 മണിക്ക് അവസാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, ഈ മീറ്റിംഗ് അവൻ ഏതാണ്ട് 9 മണിക്ക് അവസാനിക്കുമ്പോൾ ഈ മീറ്റിംഗ് തീരുന്നതിന് മുൻപ് അവൻ തടസ്സങ്ങളെ ഭേദിച്ചുകൊണ്ടായിരിക്കും ദൈവമക്കൾ ഒരു പടക്കുതിരയെ പോലെ മുൻപോട്ട് പോകാൻ പോകുന്നത്. എന്റെ ജനത്തെ ആരാധനയ്ക്ക് വിട്ടുതരിക. ഇന്ന് രാത്രി എന്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടതാ എന്ന് പറഞ്ഞത്
മോശയുടെ നാവാണ്. പക്ഷേ ഇത് മോശയുടെ ആലോചനയല്ല, മറിച്ച് ഇത് ദൈവത്തിന്റെ ആലോചനയാണ്. ഇന്ന് രാത്രി ഞാന് ചില ദൈവമക്കളോട് പറയാം, ഈ ആരാധന ദൈവം നമ്മോട് സംസാരിക്കുന്ന ആരാധനയാണ്. ദൈവം നമ്മോട് സംസാരിക്കുന്ന ആരാധനയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം സംസാരിച്ച ഒത്തിരി സ്ഥലങ്ങളില്ലേ വേദപുസ്തകത്തിൽ? ദൈവം സംസാരിച്ച ഒരു പ്രധാനപ്പെട്ട സ്ഥലമല്ലേ ആമേൻ ആദമും ഹവ്വയും ഉണ്ടായിരുന്ന സ്ഥലം? ആദമും ഹവ്വയും ഉണ്ടായിരുന്ന സ്ഥലം ദൈവം സംസാരിച്ച സ്ഥലമാണ്. ആദമേ നീ എവിടെ? ഇനി മാത്രമല്ല, ഈ ചോദ്യത്തിന് മുമ്പ് ദൈവം ആമേൻ ആദമിനോടും ഹവ്വയോടും ദൈവത്തിന് സ്തോത്രം വെയിലാറുമ്പം തോട്ടത്തിൽ വന്ന് സംസാരിക്കുക പതിവായിരുന്നില്ലേ? അവരോട് സംസാരിക്കുക പതിവായിരുന്നില്ലേ? ദൈവം സംസാരിക്കുകയാണ്. ആമേൻ. എന്തോരം കുശലപ്രശ്നങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് അറിയാമോ ഈ ദൈവവും ആദാമും ഹവ്വയും ഒക്കെ ആയിട്ട്? ഇനി മാത്രമാണോ, ദൈവത്തിന്റെ ഓപ്പറേഷനിലല്ലേ ആദമിന് ഹവ്വയെ കിട്ടിയത്? ദൈവം തമ്പുരാൻ ഓപ്പറേഷൻ ചെയ്തിട്ടല്ലേ, ഒരു ഗാഢനിദ്ര വരുത്തിയിട്ട് യേശുവിന്റെ നാമത്തിൽ ആദ്യമായിട്ട് മനുഷ്യനെ ഓപ്പറേഷൻ ചെയ്യുന്നത് ദൈവമാണ്. അങ്ങനെയാണ് ഞാൻ പറയട്ടെ പ്രിയരെ, ദൈവത്തിന്റെ സ്തോത്രം, ഒരു മനുഷ്യന്റെ മുഴുവൻ കാര്യങ്ങളെ കൃത്യമായിട്ട് ചെയ്യാൻ ആമേൻ ഉലകത്തിൽ ഒരാൾക്കേ പറ്റൂ, അത് നമ്മൾ ആരാധിക്കുന്ന കർത്താവിന് മാത്രമാണ്. ഇന്ന് രാത്രി ഡോക്ടേഴ്സ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളവരാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഏറ്റവും വലിയ ഡോക്ടറിന്റെ മുൻപിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അവരോട് ഞാൻ പറയാം, ഇന്ന് രാത്രി നിന്റെ ഏറ്റവും വലിയ ഡോക്ടർ നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ പോകുകയാണ്. ഏറ്റവും വലിയ ഡോക്ടർ, നിന്റെ വീടിനകത്ത് ഏറ്റവും വലിയ ഡോക്ടർ ഇറങ്ങി വരാൻ പോകുകയാണ്. നിന്റെ തലമുറയുടെ വിഷയത്തിൽ ആ ഡോക്ടർ അവന്റെ കരമൊന്ന് ചലിപ്പിക്കാൻ പോകുകയാണ്. തലമുറ ഇല്ലാത്ത ചിലരുടെ വിഷയത്തിൽ ആ ഡോക്ടർ ഒന്ന് ഇടപെടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ലോക ഡോക്ടേഴ്സിന്റെ അഭിപ്രായം എന്താ? നിനക്ക് മക്കൾ ഉണ്ടാകത്തില്ലെന്നാണോ? എങ്കിൽ ഇന്ന് രാത്രി കേട്ടോണം, ആമേൻ. ലോക ഡോക്ടറെ തോൽപ്പിക്കുന്ന ഒരു ഡോക്ടർ ഇന്ന് രാത്രി റിജോയ്സ് മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ കാണുന്നു ചില ഉദരങ്ങളെ ദൈവം തുറക്കാൻ പോവുകയാണ്. ഉദരങ്ങളെ ദൈവം തുറക്കുന്നു. ഞാൻ കാണുന്നു ചിലരുടെ ആമേ ശരീരത്തിൽ നിന്ന് ചിലതൊക്കെ അപ്രത്യക്ഷമാകുന്ന ഒരു വെളിപ്പാട് ഞാൻ കാണുകയാണ്. ഞാൻ ഇന്ന് രാത്രി മെസ്സേജ് തീർക്കാൻ പോകുമ്പോ ചിലരെ കർത്താവ് സൗഖ്യമാക്കുകയും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ ചിലരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സൗഖ്യമാക്കാനും കൂടെ പോകുകയാണ്. ഒരു സൗഖ്യത്തിന്റെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് ചലിച്ചു തുടങ്ങുകയാണ്. ഓ റിബലകശസിയ, യേശുവിന്റെ നാമത്തില് ആമേൻ. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അധികാരമുള്ള യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിച്ചു തുടങ്ങി കഴിഞ്ഞു. അപ്പോ ഏദൻ തോട്ടത്തിലാണ് ഈ ആമേൻ ഡോക്ടർ ആദ്യം ഇറങ്ങി വന്നത്. ഇനി പ്രിയപ്പെട്ടവരെ, ദൈവം സംസാരിച്ചിട്ടുള്ള ഒരു സ്ഥലമോ 2 സ്ഥലമോ 10 സ്ഥലമോ, ഞാൻ ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് നിർത്താൻ പോവാണേ. ഈ യാക്കോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് വേണ്ടി ലാബാനോട് സംസാരിച്ച ദൈവത്തെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പം, ഞാൻ ഇന്ന് ഈ സന്ധ്യാസമയത്ത് വചനം ധ്യാനിച്ചപ്പോ എന്റെ മനസ്സിൽ വന്ന ഒരു വലിയ കാര്യം എന്നാണെന്നറിയോ? ഈ യാക്കോബ് പോയി ലാബാനോട് സംസാരിച്ചിരുന്നെങ്കിൽ അവന്റെ കലി കൂടത്തെ ഉള്ളായിരുന്നു, അവന്റെ ദേഷ്യം കൂടത്തെ ഉള്ളായിരുന്നു. അവന്റെ കലി കൂടിയിട്ട് യാക്കോബിനെ എങ്ങനൊക്കെ കൊല്ലണോ അങ്ങനൊക്കെ കൊല്ലുമായിരുന്നു. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവം സംസാരിച്ചപ്പോ പുള്ളി ഒതുങ്ങി. പ്രിയരെ, ഒതുങ്ങി. യാക്കോബിനെ കൊല്ലാൻ വന്ന ലാബാൻ ഒതുങ്ങിയെന്ന്. അപ്പൊ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയാം, നിന്നെ കൊല്ലുമെന്ന് പറയുന്നതിനെ ഒതുക്കുന്ന ഒരു ദൈവം.
വിശ്വസിക്കുന്നവർ കൈ അടിച്ചോ, കരം ഉയർത്തിയോ, വാ തുറന്നോ, ശബ്ദം ഉയർത്തിയോ ഒക്കെ ദൈവത്തെ സ്തുതിച്ചോ കേട്ടോ. രാത്രി പരിശുദ്ധാത്മാവിനോട് ഉറപ്പിച്ചു പറയുകയാണ്. ഞാൻ ഈ മെസ്സേജ് അവസാനിപ്പിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, ഈ ദിവസങ്ങളിൽ ഒന്നിൽ ദൈവം നമുക്ക് വേണ്ടി ചലിക്കാൻ പോവുകയാണ്. ചിലരോട് കർത്താവ് പറയുന്നു, നിന്റെ ഓഫീസിനകത്ത് ദൈവം നിനക്ക് വേണ്ടി ചിലരോട് സംസാരിക്കാൻ പോവുകയാണ്. നീ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിന്റെ അകത്ത്, ആമേൻ, നീ ജോലി ചെയ്യുന്ന സ്ഥാപനം ഏതാണോ അവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചില ലാഭാന്മാരോട് സംസാരിക്കാൻ പോവുകയാണ്. കർത്താവ് എന്നോട് പറയുന്നു, ചിലരുടെ ആമേൻ ചില പേപ്പർ സംബന്ധമായ ചില വിഷയങ്ങളോട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ ഇടപെടലുകൾ ചലിക്കാൻ സമയമായി. എന്നോട് കർത്താവ് പറയുന്നു, നീ കൊടുത്ത കുറെ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട ആമേൻ ചില കാര്യങ്ങളുടെ വിടുതലുകൾ ഈ ദിവസങ്ങൾ നടക്കാൻ പോവുക യേശുവിന്റെ നാമത്തില്. ആമേൻ. ഈ ദിവസങ്ങൾ അത് നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച ചിലർ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തില് പരിശുദ്ധാത്മാ പറയുന്നു, അത് നഷ്ടപ്പെട്ടിട്ടില്ല, അത് മടങ്ങി വരാൻ സമയമായി. മടങ്ങി വരുവാൻ പോകുന്നു. അത് മടങ്ങി വരാൻ പോകുന്നു യേശുവിന്റെ നാമത്തില്. വിശ്വസിക്കുന്നവരെ വായി തുറന്ന് ആമേൻ പറയാം. അത് മടങ്ങി വരാൻ പോകുന്നു. മടങ്ങി വരും അത് യേശുവിന്റെ നാമത്തില്. ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവിനോട് അങ്ങനെ പറയുകയാണ്, മടങ്ങി വരാൻ പോകുന്നു. മടങ്ങി വരും. ചിലതൊക്കെ മടങ്ങി വരും. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞ്. നീ ഒത്തിരി ദിവസമായില്ലേ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്. പരിശുദ്ധാത്മാ പറയുന്നു, അത് മടങ്ങി വരാൻ സമയമായി. ആമേൻ. 7 മുതൽ 9 മണി വരെ ഖത്തർ ടൈമിൽ ദൈവസന്നിധി ഇരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ പറയുന്നു, ദൈവത്തിന്റെ സ്തോത്രം, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെടാൻ പോകുന്നു. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെടാൻ പോകുന്നു. ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെട്ടു വരാൻ പോകുന്നു. ദൈവത്തിന്റെ ഇടപെടലുകൾ നടക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ അധരം തുറന്ന് ശബ്ദമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി ദൈവം എനിക്ക് വേണ്ടി ഇടപെടുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെ ഉണ്ട്? അവരോട് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഈ പ്രാർത്ഥനകൾ നമ്മുടെ വിടുതലിന്റെ പ്രാർത്ഥനയാണ്. ഇത് നമ്മുടെ വിടുതലിന്റെ പ്രാർത്ഥനയാണ്. ഇത് നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന പ്രാർത്ഥനയാണ്. ഇന്ന് രാത്രി ഞാൻ മെസ്സേജ് അവസാനിപ്പിച്ച് ഒരു വാക്ക് പ്രാർത്ഥിച്ചു നിർത്താം. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിന്റെ നിയോഗത്തോടെ നിങ്ങളോട് പറയട്ടെ. ആമേൻ. ഒരിക്കലും നടക്കത്തില്ലെന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇന്ന് രാത്രിയിലെ ഈ പ്രാർത്ഥനയിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരാൻ തുടങ്ങുന്നത് മനുഷ്യരെ ഇടപെടുത്തിയിട്ടല്ല. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ദൈവം ഇടപെടാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ, അവിടുത്തെ ഇടപെടലുകൾ ഈ ജനത്തിനു വേണ്ടി വെളിപ്പെട്ടു വരുന്നതിനായി സ്തോത്രം. അവിടുത്തെ ഇടപെടലുകൾ ഈ ജനത്തിനു വേണ്ടി ചലിക്കുന്നതിനായി സ്തോത്രം. ഒരത്ഭുത വഴിയും അത്ഭുത വിടുതലും ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ വെളിപ്പെട്ട് വരട്ടെ യേശുവിന്റെ നാമത്തില്. ഇന്ന് രാത്രി കർത്താവിന്റെ കരം അങ്ങനെ ചലിക്കുന്നതിനായി സ്തോത്രം. ഒരു വലിയ ജയം തന്റെ ജനത്തിന് കൽപ്പിച്ചു കൊടുത്താട്ടെ. കർത്താവിന്റെ ഇടപെടലിനായി നന്ദി പറയുന്നു. വലിയ കാര്യങ്ങൾ കർത്താവ് ചെയ്താട്ടെ. ഈ ജനത്തെ പ്രാർത്ഥിച്ചു ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വരാറായി. ആ കർത്താവിന്റെ വരവിനെ നോക്കി പാർത്ത് കൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാൻ പരിശുദ്ധാത്മാവാം ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ ചെയ്യട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഓർപ്പിച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.